ഉറപ്പായിട്ടും ഇത് കുരുക്കാണ്. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ എതിരാളി കൂടിയാകണ്ട, രാഷ്ട്രീയം പറയുന്നവരായാൽ മതി എന്നുള്ളതാണ്. രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ എടുത്തോടുകൂടി ആ സിനിമയുമായി ബന്ധപ്പെട്ട് നടന്ന റെയ്ഡ് നമ്മളിപ്പോൾ കാണുകയാണ്. അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. പക്ഷേ അതിലപ്പുറം ഇതിലൊരു കേസുണ്ട് എന്നൊരു വിഷയം കൂടിയുണ്ട്. കാരണം ഇത് പിണറായി വിജയൻ്റെ മകളെ കൊടുക്കുക അല്ലെങ്കിൽ പിണറായി വിജയനെ കൊടുക്കുക എന്ന രൂപത്തിൽ കേന്ദ്ര ഏജൻസി നേരെ വന്ന ഒരു കേസല്ല ഇത് ഇൻകം ടാക്സ് വെട്ടിപ്പ് നടത്താൻ CMRL കമ്പനി നടത്തിയ വെട്ടിപ്പ് ഇൻകം ടാക്സ് കണ്ടെത്തുകയും അങ്ങനെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിന് മുന്നിൽ ആ കേസ് വരികയും അതിന്മേലൊരു തീർപ്പുണ്ടാകുകയും ചെയ്ത കേസാണ്. അതിലെ ഒരു ഭാഗത്തെ കൃത്യമായ വിശദീകരണം, അതിലൊരു എന്താ പറയുക, പ്രോമിനൻ്റായ വ്യക്തിയുടെ മകൾ ആണ് ഇതിൽ ഭാഗമായിരിക്കുന്നതെന്നും ആ വാചകങ്ങൾ തന്നെയുണ്ടല്ലോ. അവർ ചെയ്ത സേവനം എന്താണെന്ന് വ്യക്തമാകുന്നില്ല എന്ന് CMRL പ്രതിനിധി തന്നെ മൊഴി നൽകി എന്നുള്ളതാണ് ആ ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ കേസ് തീർപ്പാക്കിയിരിക്കുന്നത്. കാരണം ഈ 135 കോടിയുടെ തിരിമറി, ആ പണം അടച്ച് ഇൻകം ടാക്സ് അടച്ച് ആ കേസ് തീർപ്പാക്കി. പക്ഷേ അതിന്മേൽ മറ്റൊരു പരാതി വരികയാണ്. ഇതിൽ മറ്റൊരു പരാതി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ഷോൺ ജോർജാണ് പരാതി കൊടുക്കുന്നത്. ഷോൺ ജോർജ് ഇതിലൊരു പൊതുകാര്യ പ്രസക്തിയില്ല അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇതിൽ കാര്യമില്ല എന്ന് പറയുമ്പോൾ ഷോൺ ജോർജ് അതിന് പറയുന്നൊരു മറുപടി, ഷോണിന് അതിൽ ഷെയറുണ്ട്, CMRL ഷെയറുണ്ട്, അതൊരു കാര്യമായി വരുന്നു. മറ്റൊന്ന്, പൊതുജനങ്ങൾക്കല്ലാതെ തന്നെ കേസ് കൊടുക്കാം. കാരണം അതിൽ KSIDCക്ക് 13% ഓഹരിയുണ്ട്, സർക്കാരിന് തന്നെ ഓഹരിയുള്ള സ്ഥാപനമാണ്. അപ്പോൾ ജനങ്ങൾക്കത് ചോദ്യം ചെയ്യാം എന്ന രൂപത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ പൊതുകാര്യ പ്രസക്തിയുള്ള വിഷയമാണ് ഇത്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ് എന്ന് CPM ആവർത്തിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമെന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് കൂടി അതിൽ കാര്യമുണ്ട് എന്ന രൂപത്തിൽ അത് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പുറത്ത് എത്രത്തോളം വിശദീകരണം വരുന്നു, ആരിൽ നിന്നൊക്കെ വരുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. പാർട്ടി ഈ കാര്യത്തിൽ രാഷ്ട്രീയ വേട്ട എന്ന പ്രതികരണം തുടക്കം മുതൽ നടക്കുന്നു. രാഷ്ട്രീയ വേട്ടയുണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതിൽ സുതാര്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ? ആരാണ് വിശദീകരിക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വഴി മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടോ എന്ന സംശയം വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രി ഒരു വിശദീകരണം സ്വാഭാവികമായും ജനങ്ങൾക്ക് നൽകണ്ടേ? ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി അതിലൊരു തുറന്ന പ്രതികരണം നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു തുറന്ന പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം കേട്ടിട്ടില്ല. പകരം ആരൊക്കെയാണ് പ്രതികരിക്കുന്നത്? പാർട്ടിയിലെ മറ്റു നേതാക്കൾ പ്രതികരിക്കുന്നു, MP ഗോവിന്ദൻ ആവർത്തിച്ച് പ്രതികരിക്കുന്നു. ഇന്നിപ്പോൾ പാർട്ടി കോൺഗ്രസിൽ വ്യത്യസ്ത സ്വരമായി മുഹമ്മദ് സലീമിന്റെ പ്രതികരണം വരുന്നുണ്ട്. കാരണം കേസ് ആർക്കെതിരെയാണോ അവരാണ് നേരിടേണ്ടത് എന്ന് പറയുന്നുണ്ട്. അത് സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. പാർട്ടി പിന്നീട് വിസ്തീരിക്കുമ്പോൾ നമ്മുടെ ചർച്ചയിലെ പ്രതിനിധിയൊക്കെ പറയുന്നു, സ്വാഭാവികമായിട്ടും വീണയ്ക്കെതിരെയാണ് കേസ്, വീണയാണ് നേരിടേണ്ടത്. ശരി, ആ നേരിടുമ്പോഴും ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തേണ്ടേ? അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ? ഇത് ഈ പറയുന്ന മഴവിൽ സഖ്യത്തിൻ്റെ ഒരു തട്ടിപ്പാണെന്നും മഴവിൽ സഖ്യമാണ് ഇതിന് പിന്നിൽ നിന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയമായ പ്രതികരണമാണ്. അതിലപ്പുറം ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങളിലേക്ക് പോകണം. എന്താണ് ആ സേവനം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരുന്നു. എന്തായിരുന്നു ആ സേവനം എന്ന് വിശദമാക്കാൻ ഇതുവരെ പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ വീണ തൈക്കണ്ടി ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല. വീണ പറയണോ എന്ന് ചോദിച്ചാൽ വീണയ്ക്ക് ജനങ്ങളോട് യാതൊരു ബാധ്യതയുമില്ല, ജനങ്ങളോട് പറയേണ്ട എന്ന് കരുതാം. പക്ഷേ വീണയുടെ പിതാവാരാണ്? ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടേ? അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യം അവിടെ വരും. ഇനി അടുത്ത ചോദ്യമായി വരുന്നത് 95 കോടി അന്വേഷിക്കാതെ ഈ 2.7 കോടിയിലേക്ക് എന്തിനാണ് വരുന്നത് എന്ന ചോദ്യമാണ്. SFIO എന്നുള്ളത് കമ്പനി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കമ്പനികൾ തമ്മിലുള്ള കേസ് പരിഗണിക്കുന്ന സംവിധാനമാണ്. അതിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന കോഴ അല്ലെങ്കിൽ ഈ പറയുന്ന സംഭാവന, അതിനെ കോഴ എന്ന് തന്നെ വിളിക്കാം. കാരണം ഓരോ കാലത്തും ഓരോ രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിക്കാണല്ലോ ഈ ചുരുക്കപ്പേരിൽ ഡയറിയിൽ എഴുതി വെച്ചത്. അതിലെല്ലാ പാർട്ടിയിലും ആൾക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെ സ്വാധീനിക്കാൻ കൊടുത്ത കോഴ, ആ കോഴയുമായി ബന്ധപ്പെട്ട വേറെ അന്വേഷണം നടക്കട്ടേന്നേ, അന്വേഷണം വരേണ്ടതുണ്ട്. ഇത് കൃത്യമായ രേഖകളുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ്റെ രേഖകളുള്ള കേസാണ്. അത് പരിശോധിച്ച ശേഷമാണ് 1.5 വർഷമെടുത്തിട്ടാണ് SFIO ഇതിന്മേലൊരു കുറ്റപത്രം തയ്യാറാക്കി ഇപ്പോൾ കോടതിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അത് നിയമപരമായി വീണ തൈക്കണ്ടി അത് നേരിടും. വീണ തൈക്കണ്ടി അത് നേരിടുമ്പോൾ വീണ അത് നേരിട്ടോട്ടെ എന്ന നിലപാട് പാർട്ടി എടുക്കുകയോ അതോ പാർട്ടി ഇക്കാര്യത്തിൽ ഇത് രാഷ്ട്രീയ വേട്ട എന്ന രൂപത്തിൽ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇതിൽ കൂടി വിസ്തീർണം നൽകിയാൽ മതി. കാരണം കോടിയുടെ മകനുമായി ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട കേസ് വന്ന ഘട്ടത്തിൽ അന്ന് ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ട കേസാണ്. അന്ന് കോടിയേരി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. കോടിയേരി വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടിയുടെ വാക്കിതാണ്,
ബിനീഷ് കോടിയേരി പബ്ലിക് സർവൻ്റ് അല്ല. വ്യക്തിപരമായ ആരോപണം അന്വേഷിച്ചിട്ട് തന്നെ കണ്ടുപിടിക്കട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ശിക്ഷയും കിട്ടട്ടെ. പാർട്ടി എന്ന നിലയ്ക്ക് ഇടപെടില്ല. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. അന്വേഷണം അതിൻ്റെ വഴിയിൽ നടക്കട്ടെ. അന്ന് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടി സെക്രട്ടറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ നേതാക്കളും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അത് അവർ നേരിട്ടെ, അതിൽ ഞങ്ങൾക്ക് കാര്യമില്ല എന്ന് തന്നെയാണ് അന്ന് വിവിധ നേതാക്കളുടെ പ്രതികരണം ആരാഞ്ഞ ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണ് വേണ്ടതും. അതേപോലെ ഈ വിഷയവും വീണ തൈക്കണ്ണി നേരിട്ടെ എന്ന തീരുമാനത്തിലേക്ക് എടുക്കാതെ എന്തിനാണ് രാഷ്ട്രീയ വേട്ട എന്ന് മറ്റു നേതാക്കൾ പറയുന്നത്? അങ്ങനെ പറയുമ്പോൾ ഇത് കൂടി വിശദീകരിക്കേണ്ടി വരും. അതിലേക്ക് വരുന്നില്ല എന്നുള്ള. അപ്പോൾ ഈ കാര്യങ്ങളിൽ സുതാര്യമായി അതിലൊരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ജനവും കൂടെ നിൽക്കുമെന്നേ. ഈ രാഷ്ട്രീയ വേട്ട നടക്കുകയാണെങ്കിൽ അതിൽ ജനം നിൽക്കും. ഈ സേവനം എന്താണ് എന്ന് വ്യക്തമാക്കിയാൽ മതി. ആ സേവനം വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൊണ്ടാണ് അതിപ്പോൾ കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഇനി അതിൽ സമൻസ് അയക്കാൻ പോകുന്നു. ഈ പറഞ്ഞതുപോലെ ബാക്കി ചുരുക്കപ്പേരുകളൊക്കെ PV ആയാലും OC ആയാലും RC ആയാലും അവരിലേക്കൊക്കെ വരുമല്ലോ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരിലേക്കും ഒക്കെ പോട്ടെ. ഈ സംഭാവനയുമായി ബന്ധപ്പെട്ട അന്വേഷണം വരെങ്കിൽ വരട്ടെ. അതിന് രേഖകളുണ്ടെങ്കിൽ കൊടുക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത് രേഖയുള്ള കമ്പനികൾ തമ്മിൽ നടന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു കമ്പനി എന്ന് പറയുന്നത് വീണയുടെ കമ്പനിയാണ്. അതിൽ വീണ മാത്രമാണ് ആ കമ്പനിയുടെ അധികാരി, മറ്റാരുമില്ല. അതിൽ കൊടുത്ത സേവനം എന്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല. ഇങ്ങനെ കോഴ കൊടുക്കുന്ന ശീലമുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നതെന്ന ചോദ്യം കൂടി അവിടെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇതിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പരാതിക്കാരൻ്റെ രാഷ്ട്രീയവും പ്രധാനം തന്നെയാണ്. അദ്ദേഹം ഷോൺ ജോർജ് ആദ്യം കേസ് കൊടുക്കുമ്പോൾ അദ്ദേഹം ജനപക്ഷത്തായിരുന്നു. ഇന്ന് അദ്ദേഹം BJPയുടെ പ്രധാനപ്പെട്ട നേതാവായി തന്നെ വളർന്നിരിക്കുന്നു. അദ്ദേഹം പക്ഷേ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ ഈ പാർട്ടിയിൽ ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞത്, ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോവുകയാണ്. ഈ കേസിൽ ഒരു തരത്തിലും തടസ്സമുണ്ടാക്കരുത് എന്ന് ഉറപ്പു വാങ്ങിയിട്ടാണ് ആ പാർട്ടിയുടെ ഭാഗമായിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദമായി വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇത് മുറുക്കിയും അയച്ചും കൊണ്ടുപോകുന്ന കേസാണോ, അതോ ഇത് രാഷ്ട്രീയമായി ഈ പറഞ്ഞ വലിയ അജണ്ട, ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ വലിയ അജണ്ട BJPക്കുണ്ട്. അതിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ട് ഇന്ന് മുനമ്പത്തും വന്നിട്ടുണ്ട്. മുനമ്പത്ത് കുറച്ചു കാലമായി അവർ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വശത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ തുടർച്ച എന്ന രൂപത്തിൽ കാണാവുന്ന ഒരു കാര്യമായിട്ടാണോ ഇതിനെ കാണേണ്ടത് എന്നുകൂടി കാലം തെളിയിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.